ഈ ആരൊക്കെ കാഴ്ച വെക്കുന്നുണ്ടോ? ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം, സുപ്രഭാതം. ഇന്ന് നമ്മൾക്ക് രാവിലെ തന്നെ ഒരു യാത്ര പോയാലോ? നമുക്ക് ഇവിടെ ഡെസേർട്ട് ഏരിയയിൽ ഒരു കാബർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെയൊക്കെ പോയിട്ട് വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. എന്താ, നിങ്ങൾക്ക് ഫ്രീ ആണോ? കൂടെ വരുന്നില്ലേ? അപ്പോൾ നമുക്ക് പോയാലോ? ഓക്കെ, പോയിട്ട് അവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം. ബായ്. അപ്പോൾ നമ്മൾക്ക് പോവാം. പുറപ്പെട്ടു. പോയിട്ട് വരാം. ഇപ്പോൾ സമയം 8:30 രാവിലെ. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുറപ്പെട്ട് കാബറിലേക്ക്. നമുക്ക് കാബറിലുള്ള കാഴ്ച കാണാം. കാബറിലേക്കുള്ള യാത്രയാണ്. ഡെസേർട്ട് ഏരിയയാണ്. ഇവിടെയൊക്കെ ഈന്തപ്പനകളുടെ തോട്ടമാണ്. വീടുകളൊക്കെ വളരെ കുറവാണ്. അറബികളൊക്കെ തണുപ്പ് സീസണിൽ പോയിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. അവർ വെക്കേഷനിൽ അവിടെ പോയി എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്.
ചുറ്റുപാടുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുന്നതാണ് ആൾക്കാർ. ഒട്ടകം വരാതിരിക്കാൻ വേണ്ടി കമ്പി വേലി, ഇലക്ട്രിക് വേലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഈന്തപ്പഴത്തോട്ടാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഭാഗത്തൊന്നും കടകളോ ഷോപ്പിംഗ് മാളുകളോ ഒന്നുമില്ല. എല്ലാം ഒഴിഞ്ഞ ഡെസേർട്ട് ഏരിയ മാത്രം. ഇവിടെയൊക്കെ ഒട്ടകങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒട്ടകങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വേലിയാണ് ഈ കാണുന്നത്. ഇല്ലെങ്കിൽ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ വണ്ടി ഇടിച്ചിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പം നല്ല തണുപ്പായി തുടങ്ങി ഇവിടെ. നമ്മൾ വരുന്ന സ്ഥലത്തിനേക്കാളും ഇവിടെ നല്ല തണുപ്പായി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് തെറ്റിപ്പോവുകയാണ്. നമ്മൾ കാബർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല കാടും പ്രദേശമാണ്. അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും. അവർക്ക് അവിടെ താമസിക്കാൻ സെപ്പറേറ്റ് വീടൊക്കെ പണിതിട്ട് അവിടെ പണിയാണ്. ഇത് കാബറിലേക്കുള്ള റോഡാണ്. ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ജോലിക്കാരുണ്ടാവും. കൃഷിക്കാർ, ആട് നോക്കുന്നവർ, കാലി നോക്കുന്നവർ. അവരിവിടെ കുടിൽ കെട്ടി താമസിക്കുന്നത്. എല്ലാവർക്കും ചെറിയ ചെറിയ വലിയ വലിയ വീടുകൾ ഒക്കെ ഉണ്ടാവും ഇവിടെ. ഇതൊക്കെ ഈന്തപ്പനത്തോട്ടമാണ്. അതിൻ്റെ സൈഡിലൊക്കെ ഈന്തവല വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ പണിയുന്ന പോലെ വേലി പോലെ പണിതിട്ടുണ്ട്. ഇവിടെ കൂടുതൽ കുട്ടികൾ വരുന്നത് വണ്ടിയൊക്കെ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ ആയിട്ട് മണലിൽ കൂടി വണ്ടി, മോട്ടോർ സൈക്കിൾ, ഫോർ വീല് ഇതൊക്കെ ഓടിച്ച് ആർമാദിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഇത് ഈന്തപ്പനത്തോട്ടമാണ്. ഇതുപോലത്തെ ഇഷ്ടംപോലെ തോട്ടം ഈ ഭാഗത്തുണ്ടാവും. ഇവിടെയൊക്കെ ആൾ താമസമുണ്ട്. പണിക്കാർ, ആടിനെ നോക്കുന്നവർ, പുല്ല് വെട്ടാൻ, തോട്ടത്തിന് വെള്ളമടിക്കാൻ. അവർ ആഴ്ചയിലോ മാസത്തിലോ ആയിട്ട് ടൗണിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇവിടെ താമസിക്കും. വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ, ഇത് മൊത്തം കാടായിരുന്നു. പിള്ളേർ വണ്ടി കിട്ടിയ വഴിയിലൊക്കെ ഓടിച്ച് ഇങ്ങനെ മൊത്തം. ഇതുവഴിയാണ് ഇലക്ട്രിസിറ്റിയുടെ മെയിൻ ലൈൻ പോകുന്നത്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഓരോരാൾക്ക് ഓരോ ഏക്കർ 2 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടാവും. അതിൽ കുടുംബസമേത ആൾക്കാർ വന്ന് താമസിപ്പിക്കും. നമ്മളിപ്പോൾ എത്തി നമ്മളെ സ്ഥലത്തേക്ക്.
ചോളം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വണ്ടി, നമ്മുടെ ഫാമിലിയിൽപ്പെട്ട വണ്ടിയാണ് ഇതൊക്കെ. ഇത് നമ്മളെ ഒരു വീട്. Oh, yung laham nga. Yung laham, ilan lang nakain ko kasi naisip ko marami pa kakain. Tapos ito pa. Hindi ko kasi kailangan bang alukin ka? Hindi, sige, hindi mo na natin alukin. Magtanong. Facebook again. Facebook. Ito vlog. Tapos ako nagluluto. Midi-vlog. Yun nga, ako nagluluto. इधर आओ. ഇവിടെയാണ് നമ്മുടെ ബോസൊക്കെ സ്റ്റേ ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടെ എല്ലാവരും കുടുംബക്കാരെ വീടാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാട്ടിൽ വിളയുന്ന ചെടികളൊക്കെ ഇവിടെ അലങ്കാരമായിട്ട് നട്ടു വളർത്തുകയാണ്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഇല്ലേ. ഇവിടെയൊക്കെ താമസിക്കാൻ നല്ല സുഖമാണ്, നല്ല ക്ലൈമറ്റ്. ചാർക്കോള്, തന്നൂരി, ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കി നല്ലപോലെ കഴിച്ച് എൻജോയ് ചെയ്ത്. ഇവിടെ കണ്ട ചോളമൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആര്യവേപ്പ് വെച്ച് പിടിപ്പിച്ചാണ്. ഇത് ചോളം. ഇവിടെ താമസക്കാർക്കുള്ള വീടാണിതൊക്കെ. കൃഷി സ്ഥലം കുറച്ച് കാണാം നമുക്ക്. ഇത് മറ്റേ നമ്മുടെ ചുരക്കയാണ്. ഇത് വഴുതിന. ചുരക്കയൊക്കെ പൂവിട്ടിട്ടുണ്ട്. വഴുതിന, പിന്നെ വെണ്ടയ്ക്ക, ഇങ്ങനെ കുറച്ചുണ്ട്. കിയാറ്, തക്കാളി കാര്യങ്ങളൊക്കെ, ചീര, മറ്റേ മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നതാണ് കൃഷി. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കാഴ്ച. നമുക്കിനി തിരിച്ചു പോകാം. भैया जाएगा इधर भी है. നമുക്കിവിടെ ഇതിനകത്ത് സ്പെഷ്യലാക്കി ഉണ്ടാക്കേണ്ട കൃഷി ഹൈടെക് കൃഷിയാണ്. എന്താ തക്കാളി, വാവ്, പുതിന, മല്ലിച്ചപ്പ്, തക്കാളിക്കൊക്കെ ഉണ്ടാക്കി കണ്ട ഐറ്റംസ് അടിപൊളിയല്ലേ. ഇങ്ങനെയാണ് ഇവിടുത്തെ തക്കാളി കൃഷിയൊക്കെ ചെയ്യുന്നത്. പുറമെന്ന് കൊതുക് കാര്യങ്ങളോ ഈ പാറ്റ അതൊന്നും വരാതെ. വേണ്ട, ഇതൊക്കെ പാകിസ്ഥാനികളൊക്കെ ഇവിടെ പണി ചെയ്യുന്നത്. അവരൊക്കെ നല്ല പോലെ നോക്കി കുട്ടികളെ പോലെ നോക്കുകയാണിത്. ഇനി നമുക്ക് അടുത്ത ഒരു കാഴ്ച കാണാം. मैडम से और बाप से क्यों इतना डरते हैं?
नहीं डरने का। हाँ अल्लाह तुला हो अल्लाह सारा दिन ना हो एक चाबर में आओ ओके सेंट इंशाल्लाह जेम्स की तरह ना हो ये तो इंशाल्लाह बहुत इंशाल्लाह बहुत हमारे बेकार बेकार आदमी है ഓക്കെ ഇൻഷാല്ലാ. നമുക്ക് അടുത്ത കാഴ്ച കാണാം. ആയിവാ ഏ കിയാർ ആയിവാ കിയാർ കണ്ടോ കാഴ്ച നല്ല അടിപൊളി. കിയാർ കാഴ്ച തുടങ്ങിയതേ ഉള്ളൂ. ഇത് കിയാർ കിയാർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ നാട്ടിലെ കുക്കുംബർ. ഇത് കക്കരി നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ സാധനമാണ്. ഇത് നമ്മളെ മറ്റേ പാലക്ക്, ഇതൊക്കെ പാലക്കാണ്. നന്നാക്കി നോക്കിയിട്ടുണ്ട് നമ്മളൊരു നമ്മളെ എന്താ പറയുക ഒരു പാകിസ്ഥാനി പയ്യൻ ഇവിടെ ഉണ്ട്. അവനാണ് ഇപ്പോൾ പറഞ്ഞ എന്നോട് എന്നും വാ, നീ എന്താ ഇവിടെ വരാത്ത, എപ്പോഴെങ്കിലും അല്ലേ കാണുന്നുള്ളൂ. കിയാറൊക്കെ കാഴ്ച വെക്കുന്നേണ്ട. പിന്നെ ഇവിടെ അറബിയിൽ കിയാറെന്ന് പറയും, നമ്മൾ കുക്കുംബർ എന്ന് പറയും, കക്കരി എന്ന് പറയും. സലാഡിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെയുണ്ട് പാലക്ക്, മല്ലിച്ചപ്പ്. ഇത് ഈ മുകളിൽ ഇങ്ങനെ നല്ല കവറാക്കി കൃഷി ചെയ്യുന്നതുകൊണ്ട് ഒന്നും മോശമാവില്ല, ഈച്ച കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. കാഴ്ചകളൊക്കെ കണ്ടില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ പ്രോത്സാഹനമാണ് എൻ്റെ വീണ്ടും ഉള്ള വ്ളോഗിന് താല്പര്യം വർദ്ധിപ്പിക്കുന്നത്. ഇഷ്ടമായവർ നിങ്ങൾ കമൻറ്റ് പറയുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഗോഡൗൺ स्टोर कब्जा सामान पूरा വാളവും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. बाद में थोड़ा दिन बाद में वो पड़ाएगा. ആ എന്താ ക്യാ നാമസ്കോ, നമുക്ക് നാട്ടിൽ കിട്ടുന്ന പഴത്തിൻ്റെ ചെടിയാണിത്. ഇതിൽ നിറച്ചുണ്ട് കണ്ട. ഇതിന് കുറച്ച് ഒരു മാസം കഴിയുമ്പോൾ നിറയെ ഉണ്ടാവും. എന്താ നമ്മുടെ നാട്ടിൽ ഒരുപാട് കിട്ടുന്നുണ്ട് ബാഗിലൊക്കെ. ഇതിൻ്റെ പേര് എനിക്കറിയാനില്ല, നിങ്ങൾക്ക് പേരറിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിവിടെ നിറയെ ഉണ്ട്, ഇപ്പോൾ ഒരുപാട് വെട്ടിക്കളഞ്ഞതാണ്. നിറയെ ഉണ്ട്. ഇതിനിവിടെ അത്രയൊന്നും വിലയൊന്നുമില്ല, പക്ഷേ മാളിലൊക്കെ ഭയങ്കര വിലയാണ്. ഇവിടെ നമുക്കിത് കാട്ടു കണക്കിന് പറിച്ചിട്ട് അപ്പുറപ്പുറം വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും. വലിയതാവുന്ന സൈസുണ്ട്, ചെറുതാവുന്ന സൈസ്. നല്ല വളം നല്ല ചെയ്താൽ ആപ്പിൾ പോലെ, പച്ച ആപ്പിൾ പോലെ ഇരിക്കും. ഇതിൻ്റെ പേരെന്താണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വേറൊരു മോഡൽ, ഇത് ചെറുത്, ഇത് വലുതാവില്ല. എന്താ നിറയെ കണ്ട കാഴ്ച. ഇതുപോലെ പലതും ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവർ. ഇതൊക്കെ ആര്യവേപ്പിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. എനിക്ക് നമുക്ക് തിരിച്ചു പോവാം. नीचे रमल आएगा. पानी
അപ്പോൾ ശരി, നമുക്ക് പോവാം. വീണ്ടും ഒരു കാഴ്ചയായിട്ട് വീണ്ടും വരാം. ആ കാണുന്നതൊക്കെ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്ക് വീടും തോട്ടവും താമസക്കാരും പണിക്കാരും ഒക്കെ ഉള്ളതാണ് അവിടെയൊക്കെ. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളെ കൂടെ തന്നെ സൂര്യനുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ ഉള്ള സൂര്യൻ ഇവിടം വരെ ഉണ്ട്. നമ്മൾക്ക് ഒരു തടസ്സമില്ല. यार अंदर नहीं ഇത് जा അവിടെ सकते। ഒട്ടകം പോകുന്നു. ഒട്ടകം കണ്ട ഒട്ടകത്തിന് മേയ്ക്കുന്ന അവിടെ ഊട്ടാറ് നാച്ചതി വഴി മാറൂല അവർ. ഇതാണ് പേടി. वाइट वाला അപൂർവം ചിലതേ വെള്ളം കാണാൻ പറ്റും. अंदर में है। ഭയങ്കര ഹൈറ്റാണ്. വൈറ്റ് വളരെ കുറവാണ് കാണാൻ. വൈറ്റ് ഫോട്ടോ നിൽക്കണം. ഇത് बहुत बड़ा लगता है. ഇവിടെയാണ് കൂടുതൽ ഇവർ താമസിക്കുന്നത്. ഇവിടെ മീൻ വളർത്തുന്നുണ്ടാവും, ഒട്ടകം, ആട് എല്ലാം വളർത്തുന്നു. ഇവിടെ കുറേ പണിക്കാരൊക്കെ ഉണ്ടാവും. അവർ സിറ്റിയിൽ നിന്ന് വിട്ട് കാട്ടിൽ വന്നിട്ട് കാലാവസ്ഥക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ പണിതിടുന്നതാണ്. സൂ തിരിച്ച് നമ്മൾ വീണ്ടും പോവുകയാണ്. ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വ്ളോഗ് നിർത്തുകയാണ്. നമ്മൾ കണ്ട കാഴ്ച വീണ്ടും